ഹായ് ഡിയർ ഫ്രണ്ട്സ്, സൈഡ് ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിന്ന് ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ചിക്കൻ വെച്ചിട്ടുണ്ടാക്കും, ചെമ്മീൻ വെച്ചിട്ടുണ്ടാക്കും, സ്വീറ്റിലുണ്ടാക്കും. അപ്പോൾ നമുക്കിന്ന് ബീഫ് വെച്ചിട്ടുണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 മുട്ടയും ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മുട്ടയൊക്കെ ഒന്ന് പൊട്ടി എല്ലായിടത്തും ഒന്ന് എത്തണം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. നമ്മൾ ദോശമാവൊക്കെ ഉണ്ടാക്കില്ലേ, നമ്മൾ അതിൻ്റെ അതേപോലെ തന്നെ അധികം തിക്കാവാൻ പാടില്ല. ഇത് കുറച്ച് ലൂസിലാണ് നമ്മളിത് കലക്കിയെടുക്കേണ്ടത്. ഇപ്പം ഞാൻ അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കട്ടിയൊന്നും ഇല്ലാതെ വേണം നിങ്ങളത് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിത് ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് കട്ടപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് തന്നെ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൊണ്ട് മാറ്റി വെക്കാം. ഞാൻ ബീഫ് ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് മിക്സീൻ്റെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് തരാം. അല്ലെങ്കിൽ നിങ്ങൾ കൈ കൊണ്ട് പൊടിച്ചെടുത്താൽ, പക്ഷേ ബീഫ് കൈ കൊണ്ട് പൊടിക്കുന്നതിനേക്കാൾ മിക്സീൻ്റെ ജാറിലൊന്ന് ക്രഷ് ചെയ്തതാണ് നല്ലത്. ഇപ്പോൾ ഒരു പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 4 സവാളയാണ് ഞാൻ ഇതിട്ടിരിക്കുന്നത്. നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. ഈ 4 സവാളയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് കളറൊക്കെ മാറി കറിയിട്ട് അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഇതിനേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ചിക്കനിൽ ഉപ്പുണ്ട്, ബാറ്ററിൽ ഉപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ മസാലയ്ക്ക് ആവശ്യമായ ചിക്കൻ അല്ല ബീഫിൽ ഉപ്പുണ്ട്. അപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ നിങ്ങളിടാവൂ, കൂടിപ്പോയത്. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് കളറൊക്കെ മാറി നല്ല സോഫ്റ്റായിട്ട് വരണം. അതുവരേക്ക് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അത് നമുക്കിതിന് മസാല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 പിഞ്ച് മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഞാൻ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിനകത്ത് ഞാൻ ഒരു നുള്ളും കൂടി കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഒരു എരിവ് വേണമെന്നുണ്ടെങ്കിൽ, ബീഫല്ലേ നമുക്കൊരു എരിവ് കുറച്ച് നിൽക്കുന്നത് നല്ലത്. അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് എല്ലാം പച്ചമണം മാറുന്നവരേക്കും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫില്ലേ, ആ ബീഫും കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബീഫെല്ലാം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തടുക്കുന്നവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നമുക്കിതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ മസാല എല്ലാം കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതേ ഈ ഒരു പാകത്തിനേക്ക് നിങ്ങൾ ആക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ദോശ ചുടുന്ന ഏത് പാത്രമായാലും അതിൽ നിങ്ങൾ ദോശ ചുട്ടെടുത്താൽ മതി. ഇതുപോലെ നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. നമ്മളിങ്ങനെ പരത്തി കൊടുക്കേണ്ട, ചുറ്റിച്ചെടുത്ത് ഇത് നൈസായിട്ടാണ് ചുടേണ്ടത്. അത് അധികം കട്ടി വേണ്ട, തിക്ക് വേണ്ട. നമുക്കൊന്നല്ല നൈസ് ഒരു പേപ്പറിൻ്റെ പോലെയൊക്കെയെന്ന് പറയില്ലേ, അതുപോലെ. ഇത് നമുക്ക് തിരിച്ചിട്ട് മറിച്ചിട്ടൊന്നും എടുക്കണ്ട. അടിഭാഗം ജസ്റ്റ് ഒന്ന് മോൾ ഭാഗമൊക്കെ നമുക്കൊന്ന് ഇതൊക്കെ ഒന്ന് വെന്ത പോലെ തോന്നില്ലേ, ആ സമയത്ത് നമുക്കിത് ഇവിടെ നിന്ന് എടുത്തു മാറ്റാം. ഇത് പിന്നെ നമ്മൾ നൈസായിട്ട് ചപ്പാത്തി പോലെ പരത്തിയിട്ടും ഇത് ഉണ്ടാക്കാറുണ്ട്. 2 രീതിക്ക് നമുക്ക് ഉണ്ടാക്കാം. അപ്പം അതങ്ങനെ എല്ലാം ഞാൻ അവിടെ ചുട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 4 മുട്ട 4-5 മുട്ടയുണ്ട്. ഇതിൽ 5 മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു. ഇതിനകത്ത് പ്രത്യേകിച്ച് മസാലകളൊന്നും വേണ്ട. ഇത് നന്നായിട്ട് ഇവിടെ ബീറ്റ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കണം നിങ്ങൾ. നമുക്ക് ആ ദോശയല്ല ഇതിനകത്ത് മുക്കിയെടുക്കാൻ വേണ്ടത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ ഈ ദോശ മുക്കിയ സമയത്ത് ഇത് എടുക്കുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം.
നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ കഴിവതും ഇത് പൊട്ടാതെ എടുക്കുന്ന പാത്രത്തിൻ്റെ ആ ഒരു റൗണ്ടിൽ തന്നെ നമുക്കിത് ആ ദോശയ്ക്ക് വലിപ്പം ഉണ്ടായാൽ മതി. ഇതുപോലെ നമുക്കതെല്ലാം ഒന്ന് ഇട്ടുകൊടുക്കുക. അപ്പോൾ എനിക്കൊരു കുറച്ചൊരു ചെറിയൊരു ദോശയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ കറക്റ്റ് ദോശ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ദോശയെല്ലാം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എന്താ വെച്ചാൽ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ദോശ പൊട്ടിപ്പോവാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്, ആദ്യമേ ദോശ ഇതുപോലെ വെച്ചതിന് ശേഷം നിങ്ങളൊരു ബ്രഷ് ഇട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പൊട്ടുന്ന പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കെല്ലാം ഇങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും ഒരു ദോശ ഇതേപോലെ മുക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ എത്ര ദോശയുണ്ടോ അത്രയും ദോശയും ഫില്ലിങ്ങും നമ്മൾ ചെയ്യുക. പിന്നെ ഫില്ല് ചെയ്ത് തീരുമ്പോഴേക്കും ഏറ്റവും മുകളിൽ വരേണ്ടത് ദോശയായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ ഇങ്ങനെ നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ എത്ര ലെയർ നിങ്ങൾക്ക് ഉണ്ടാക്കണം അത്രയും ലെയർ. ഇതിപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കി വന്ന കുറച്ച് മുട്ട ഉണ്ടാകും. കുറച്ച് മുട്ട നിങ്ങൾ ബാക്കി വെക്കണം. എന്നാലും നമുക്കിതിങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ സൈഡിലേക്കെല്ലാം മൊത്തം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മോൾ ഭാഗവും എല്ലായിടും ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലായിടും എത്തുന്നതിലേക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ മുട്ടയിൽ ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം വളരെ ചെറിയ തീയിൽ വേണം ഇത് നമ്മൾ വെച്ച് കൊടുക്കാൻ. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. വെച്ചതിന് ശേഷം അടിഭാഗം ഒന്ന് സെറ്റായി എന്ന് കാണുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ പ്ലേറ്റ് കൊണ്ട് തന്നെ ഇതിലേക്ക് തന്നെ അത് അതേപോലെ തന്നെ ചെരിച്ച് വെച്ചാൽ മതി. അതെൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പായി പോയതാണ് കേട്ടോ, സോറി. അപ്പോൾ നമ്മൾ രണ്ട് ഭാഗം നന്നായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിട്ട് ഈ ഒരു തിക്നെസ്സിനാണ് ഞാൻ ഉണ്ടാക്കിയെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് തണുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഫില്ലിംഗ് എല്ലാം ഒന്ന് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്ത് തരാം. നല്ല സോഫ്റ്റാണിത്. അല്ല ഒരു പിന്നെ ബലം പിടിച്ചിരിക്കുകയൊന്നുമല്ല, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടോ, നിങ്ങൾക്ക് നോക്കിയാട്ടെ ഈ ബീഫിൻ്റെ ഐറ്റംസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.